ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ LSTD ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണി ഇനി എന്ന് പറയുന്നത് എന്താണ്? പഠിക്കുക, പഠിച്ചിട്ട് നല്ലൊരു റാങ്ക് വാങ്ങുക. നമ്മുടെ ഈ പുതിയ 2026 എന്ന് പറയുന്ന പുതുവർഷം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ഗവൺമെന്റ് ജോലി നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പണി കിട്ടാതിരിക്കണമെങ്കിൽ, ഏത് പണി? ജോലിയല്ല ഉദ്ദേശിച്ചത്, മറ്റേ പണി ഉണ്ടല്ലോ, അത് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിലബസ് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ പഠിക്കണം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, മറ്റേ പണി കിട്ടൂല്ല. ഏത്? നമുക്ക് നമ്മുടെ ജോലി കിട്ടൂല്ല, നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ വെറുതെ പഠിച്ചതാവും. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാമിന് നമ്മൾ എയിം ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സിലബസ് അറിഞ്ഞിട്ട് വേണം നമുക്ക് പഠിക്കാൻ. അപ്പൊ ഞാനിവിടെ LSTD ഗ്രേഡ് 3യുടെ സിലബസ്, വരാൻ പോകുന്ന LSTD ഗ്രേഡ് 3 എക്സാമിന്റെ സിലബസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക? ഈ ഒരു സിലബസ് ഫോളോ ചെയ്തിട്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക? പഠിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അതിലോട്ട് അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇതാണ്. അപ്ലൈ ചെയ്യാം, ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാറ്റഗറി നമ്പർ 5, 6, 7, 2025 ആണ്. അപ്പോൾ ഏത് ജില്ല എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ജിബിൻ സർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട്, അതുപോലെ വേക്കൻസികളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 14 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലോട്ട് കാത്തു നിൽക്കരുത്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ കാറ്റഗറി നമ്പർ നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടെ നോട്ട് ഡൗൺ ചെയ്തോ. എത്രയാണ്? 5, 6, 7, 2025 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിലോട്ട് പോവാം. അതിൽ ആദ്യം വരുന്നത്, ഫസ്റ്റ് വരുന്നത് നമുക്ക് ഏതാണ്? ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. 10 മാർക്കിനാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരുന്നത്. 10 മാർക്കും നിങ്ങൾ നേടിയെടുക്കണം. ആസ് യൂഷ്വൽ നമ്മുടെ ഡ്രോയിങ്ങിൽ വരാറുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ് ആൻഡ് മെറ്റീരിയൽസ്, ലെറ്ററിംഗ്, ഡയമെൻഷനിങ് ആൻഡ് സ്കെയില്, ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പോൾ ഡ്രോയിങ് നമുക്ക് എത്രയാണ്? 10 മാർക്ക്. ഡ്രോയിങ്ങിന് 10 മാർക്കാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാം, ഏതൊരു ഓവർസിയർ എക്സാംസുകളിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ഇത് സർവേ ആൻഡ് ലെവലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ, ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്, അല്ലെ? അപ്പോൾ അതുപോലെ തന്നെ ഈ മാർക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, 15 മാർക്കാണ് സർവേ എന്ന് വരുന്നത്. അപ്പൊ ഈ 10ലും കൂടുതൽ മാർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകളായിരിക്കും. അതായത് അത്ര നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടാൽ തന്നെ ചിലപ്പോൾ അതിന് 1, 2, 3 ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം. അപ്പോൾ സർവേയിലും തന്നെ നമ്മൾ സാധാരണ പറയുന്ന കൺവെൻഷണൽ സർവേയിങ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾ ആൻഡ് ലെവലിംഗ് സർവേ, പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്, ടൈപ്പ് ഓഫ് ലെവലിംഗ്, റിഡക്ഷൻ ഓഫ് ലെവൽസ്, കോണ്ടൂറിംഗ്, തിയോഡലൈറ്റ് സർവേ, മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേ ഇൻസ്ട്രുമെന്റ്സ്, അല്ലെ? സാധാരണ സർവേയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ 25 മാർക്കായിട്ടോ, 25 മാർക്കായി. ഇത് അടുത്ത 50 മാർക്കിലോട്ട് എത്തുന്നത്. അതായത് 25 മാർക്കിന് ജംബോയാണ്. ആരാണ് വരുന്നത്? ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നിങ്ങൾക്ക് അറിയുന്നതാണ്, അല്ലെ? ഏതൊരു ഓവർസിയർ എക്സാംസിലും ഒരു ജംബോ സബ്ജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് BM ആൻഡ് BC എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ BM ഉള്ള ടോപ്പിക്കുകൾ തന്നെ സ്റ്റോൺ, ബ്രിക്ക്, ടൈൽസ്, സിമെന്റ്, ലൈം ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ്, പ്ലെയിൻ സിമെന്റ്, കോൺക്രീറ്റ്, ജസ്റ്റ് റെയിൻഫോഴ്സ്ഡ് RCC ഒന്ന് പറയുന്നുണ്ട്, ടിംബർ, ഫൗണ്ടേഷൻ, മെഷീനറി, റൂഫിംഗ്, ഫ്ലോറിംഗ്, ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസസ്, ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ എത്ര മാർക്കായി? 50 മാർക്കായി. 50 മാർക്ക്. അടുത്ത 65ലോട്ട് എത്തുന്നത്, അതായത് 15 മാർക്കിന് വരുന്നതാണ് ഏത്? ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ. അതായത് നമ്മുടെ എസ്റ്റിമേഷൻ, വാല്യുവേഷൻ ആൻഡ് കോസ്റ്റിംഗും ബിൽഡിംഗ് ബൈലോസും ആണ് വരുന്നത്. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, എസ്റ്റിമേഷൻ, റൂൾസ് ആൻഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക്, റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ, അല്ലെ? നമ്മുടെ എസ്റ്റിമേഷനും അതുപോലെ ബൈലോസും കൂടെ 15 മാർക്ക് ഉണ്ട്. അപ്പൊ അത് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ് ഈ വരുന്നത്. അപ്പൊ എത്ര ഇപ്പോ? 65 മാർക്കായി. 65 മാർക്ക് കഴിഞ്ഞാൽ അടുത്ത 15 മാർക്ക് എന്തിലോട്ടുള്ളതാണ്? 80ലോട്ട്. ഇതാ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മളിങ്ങനെ റാങ്കിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. ഒരു 80, 85, 90, 95 ഒക്കെ കിട്ടിയാല് റാങ്കാണ്. അപ്പൊ ഞാൻ ഈ റാങ്കിലോട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ ഇങ്ങനെ പഠിച്ച് പോകണം. അപ്പൊ അതിൽ ഇതാ 15 മാർക്കിന് വരുന്നതാണ് ഇത് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഹൈഡ്രോളിക്സ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോൾ ഇറിഗേഷനിലെ ടേംസ്, സ്റ്റോറേജ് ആൻഡ് ഡിവിഷൻ നെറ്റ്വർക്ക്, റിസർവോയർ, ഡാം, കനാൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഇനി FM വന്നാലോ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെന്റ് ഓഫ് പ്രഷർ, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ എത്രയായി? 80 മാർക്കായി. ഇനി അടുത്ത് നമുക്ക് വരുന്ന ഏതാണ്? 6 മാർക്കിന് വരുന്ന ഒന്നാണ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് വരുന്നുണ്ട്, മെഷർമെന്റ് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, പോളിഗൺ ആൻഡ് സർക്കിൾസ്, വോളിയം ഓഫ് സോളിഡ്സ്. അതായത് മെൻസുറേഷനും അതുപോലെ യൂണിറ്റിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം? സുഖസുന്ദരമായിട്ട് നേടിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ 6 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഒരു 6 മാർക്ക് നമുക്ക് വരുന്നുണ്ട്. എത്രയാണ്? അപ്ലൈഡ് മെക്കാനിക്സ്. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ സിമ്പിൾ മെഷീൻസ്, വർക്ക്, പവർ, എനർജി, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഫ്രിക്ഷൻ, ഷിയർ
ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇത്രയും ടോപ്പിക് നമുക്ക് 6 മാർക്ക്. അപ്പൊ എത്രയായി? 12 50 12 92 മാർക്കായി. അപ്പൊ ബാക്കി ഒരു 8 മാർക്കും കൂടെ ഉണ്ടല്ലോ. ആ 8 മാർക്കാണ് നമ്മുടെ ആര് എന്ന് പറയുന്നത്, ഓട്ടോകാഡ് എന്ന് പറയുന്നത് അല്ലെ. ഇത് നമുക്കറിയാം, വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് 8 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സ്കോർ ചെയ്യണം, നിങ്ങൾ സ്കോർ ചെയ്യണം. അപ്പോൾ ഓട്ടോകാഡിൽ നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകാഡ്, ബേസിക് കമാൻഡ്സ്, ഡ്രോയിങ് ടൂൾ ബാർ ആൻഡ് മോഡിഫൈങ് ടൂൾ ബാർ, പ്ലോട്ടിംഗ് ആൻഡ് പ്രിന്റിംഗ്, നമ്മുടെ സാധാരണ ഓട്ടോകാഡിൽ വരുന്ന കമാൻഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുക, ഷോർട്ട് കട്ട് കീ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ 8 മാർക്ക്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി? 100 മാർക്കിനാണ് നമുക്ക് ഏത് വരുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ സിലബസ് പറഞ്ഞാൽ. അപ്പോൾ ഈസി ആയിട്ടുള്ള സിമ്പിൾ സിലബസ് അല്ലേ. നമ്മൾ കുറേ ഓവർസിയർ എക്സാംസുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് കോ ടോപ്പിക്കുകൾ തന്നെ വരുന്ന, എന്നാൽ അതിൽ കുറേ സബ്ജക്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പോൾ ജിയോടെക് ആയിക്കോട്ടെ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആയിക്കോട്ടെ, RCC സ്റ്റീലിന്റെ ബേസ്, RCC ജസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ ഡീറ്റെയിൽഡ് ഇല്ലാതെ അല്ലെ. അപ്പം നമ്മൾ സാധാരണ ഓവർസിയർ എക്സാംസുകൾക്ക് പഠിക്കുന്ന ഒരു ITL ലെവലിലുള്ള ഒരാൾ പഠിക്കുന്ന മെയിൻ സബ്ജക്റ്റുകളൊക്കെ തന്നെ സർവേ, BM, BC, ഡ്രോയിങ്, എസ്റ്റിമേഷൻ, ഇറിഗേഷൻ, FM, അതുപോലെ മെക്കാനിക്സ്, ഓട്ടോകാഡ്, ബൈലോസ്, അതുപോലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഓൾമോസ്റ്റ് നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് ചോദിക്കുക. ഒരു 90% എബോയും നമ്മുടെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ, ഈ പറയുന്ന സിലബസിൽ പറയുന്ന ടോപ്പിക്കുകളും ഈ ഒരു സിലബസ് അനുസരിച്ച് നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കേട്ടോ, ഈ ഒരു സിലബസ് അനുസരിച്ച് നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള മിനിമം ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് അതിൽ നോക്കുക ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നിങ്ങൾ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക, കളക്ട് ചെയ്യുക, എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, പഠിക്കണം. നല്ല രീതിയിൽ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. നല്ല റിവിഷൻ വേണം. കാരണം കാര്യമായിട്ട് നമ്മുടെ ഓർമ്മശക്തിയാണ് നോക്കുന്നത്. കുറെ മനസ്സിലാക്കുന്നതിനേക്കാളും പോയിന്റുകൾ മാക്സിമം ബൈഹാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു 80, 85, 90 എബോ മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. നിങ്ങൾക്കറിയാം ഓവർസിയർ നല്ല കട്ട് ഓഫ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, 2026 ഇപ്പോൾ നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിലെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാകട്ടെ, ഏത് ഈ വരുന്ന LSTD ഗ്രേഡ് 3 നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു റാങ്ക് വാങ്ങി ഒരു ഗവൺമെന്റ് ജോലി നേടി വീട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു അല്ലെ, ആ ഒരു നിമിഷം, ആ ഒരു പോയിന്റിലോട്ടാകട്ടെ നമ്മുടെ ഏതെന്ന് പറയുന്നത് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വരുന്ന LSTD ഗ്രേഡ് 3 മാത്രമായിട്ടുള്ള, ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയുന്നവരാണെങ്കിൽ LSTD ഗ്രേഡ് 3 വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റിവിഷൻ ബാച്ച് ജാനുവരി മുതൽ ആരംഭിക്കുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ ഇൻഫോം ചെയ്യും. നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക ചാനൽ. ഇനി അതല്ല, നിങ്ങളൊരു ലോങ് ടേം ആയിട്ട് ഓവർസിയറിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെ 500+ അവേഴ്സ് വരുന്ന രീതിയിൽ നിമിയിലും എല്ലാത്തതൊക്കെ ആയിട്ടുള്ള കംപ്ലീറ്റ് പോയിന്റുകൾ പഠിച്ചുകൊണ്ട് വരാൻ പോകുന്ന എല്ലാ ഓവർസിയർ എക്സാമിനും, LSTD ഗ്രേഡ് 3 മാത്രമായിട്ടല്ല, വരാൻ പോകുന്ന എല്ലാ ഓവർസിയർ എക്സാമിനും ഒരു ലോങ് ടേമിലൂടെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതാ പുതിയ മിഷൻ ഓവർസിയർ ബാച്ച് നമ്മൾ ഈ വരുന്ന 2 ജാനുവരി അല്ലെ, ന്യൂ ഇയർ ഒക്കെ വെച്ച് ആ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫീസ് വരുന്നത് 4999 ആണ്. അത് നിങ്ങൾ ഈ പറയുന്ന ക്രിസ്മസ് സമയത്ത്, അതായത് ഡിസംബർ 23 മുതൽ ജനുവരി 3 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫറോട് കൂടിയിട്ട് 15% ഓഫറോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് എക്സാംസുകൾ 2026 നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട്. 2023 ഒരുപാട് എക്സാംസുകൾ സിവിലുകാർക്ക് ഓവർസിയർ നടന്നിട്ടുണ്ടായിരുന്നു. ആ എക്സാംസുകളൊക്കെ നമുക്ക് 26 നോട്ടിഫിക്കേഷൻസുകൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എക്സാം വിളിച്ചിട്ട് ഡേറ്റ് വന്നിട്ട് പഠിക്കാം എന്ന് കരുതുകയാണെങ്കിൽ അതൊരു ബ്ലണ്ടർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മിഷൻ ഓവർസിയർ ബാച്ചിനെ കുറിച്ചും അതുപോലെ നമ്മുടെ വരാൻ പോകുന്ന ഞാൻ ഈ പറഞ്ഞ റിവിഷൻ ബാച്ച് നമ്മുടെ LSTD ഗ്രേഡ് 3 മാത്രമായിട്ട് അതിന്റെ സിലബസ് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് ഉള്ള റിവിഷൻ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൊടുത്ത നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ താഴെ ഈ ഒരു കമന്റിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.